ഹലോ, വെൽക്കം ബാക്ക് ടു അല്ലൂസ് വണ്ടർ റെസിപ്പി. ഇന്ന് നമ്മളിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തീയലാണ് തയ്യാറാക്കുന്നത്. കോവയ്ക്ക കൊണ്ട് എങ്ങനെ തീയൽ തയ്യാറാക്കാമെന്ന് നോക്കാം. മീൻകറിയൊന്നും ഇല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചമായിട്ടുള്ള ഒരു തീയലാണിത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അരക്കപ്പ് തേങ്ങ എടുത്തത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതിനെ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങ ചുവന്ന് വന്നിട്ടുണ്ട്. നമുക്കൊരു 1/4 സ്പൂൺ കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ബാക്കി ഇത് ഈ പാത്രത്തിലിരുന്ന് നല്ല ചുവന്ന് വരും. കോവയ്ക്ക തീയൽ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 4ആയിട്ട് കീറിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ നമുക്ക് പച്ചമുളക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കുക. ഞാനിവിടെ എരിയില്ലാത്ത മുളകും എരിയുള്ള ഒരു 2 മുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത്രട്ടി അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർക്കുകയാണ്. കഷണത്തിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുകയാണ്. കോവയ്ക്ക ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. 1-2 പ്രാവശ്യം ഇളക്കി കൊടുക്കുക. നമ്മുടെ കോവയ്ക്ക സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതേ ചട്ടിയിൽ തന്നെ കുറച്ചുകൂടി എണ്ണ ചേർത്ത് കൊടുക്കുന്നു. 1/4 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 സ്പൂൺ ജീരകം കൂടി ചേർക്കുകയാണ്. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഒരു സവാളയാണിത്, അത് ഇതിലേക്ക് ഇട്ടു. സവാള ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. ഒപ്പം തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി അതേ സ്പൂണിന് തന്നെ ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കുന്നു. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളി ചേർക്കുകയാണ്. ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് ഇതിൽ വെന്ത് കുടഞ്ഞ് വരണം. അതുപോലെ വെള്ളമൊന്നും ഒഴിക്കണ്ട. തക്കാളിയുടെ വെള്ളം കൊണ്ട് ഇതൊന്ന് സോഫ്റ്റായി വരണം. തക്കാളിയൊക്കെ വെന്ത് കുടഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർത്ത് കൊടുക്കും. കോവയ്ക്ക ഒരല്പം നേരം ഇതിൽ കിടന്ന് ഈ അരപ്പൊക്കെ ഒന്ന് അതിലേക്ക് പിടിക്കണം. അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കുകയാണ്. കറിക്ക് ആവശ്യമായ ഉപ്പ്, നേരത്തെ നമ്മൾ കോവയ്ക്കയിൽ ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യമായ വെള്ളം, ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും. നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തതാണ്. ഇനി കുറച്ച് നേരം ഇത് ചെറിയ തീയിലൊന്ന് ഇട്ട് അടച്ച് വയ്ക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ തീയൽ
റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക്